കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയതിൽ ഡോക്ടർമാർക്ക് വീഴ്ചയെന്ന് മെഡിക്കൽ ബോർഡ്. 4 വയസ്സുകാരിയുടെ കൈവിരലിന് പകരം നാവിന് ശസ്ത്രക്രിയ നടത്തിയെന്ന് മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് സ്ഥിരീകരിക്കുകയാണ്. രാഹുൽ KV വിവരങ്ങളുമായിട്ടുണ്ട് നമുക്കൊപ്പം. രാഹുൽ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് വരുമ്പോൾ മെഡിക്കൽ കോളേജിന്റെ വലിയ അനാസ്ഥ അതിൽ സ്ഥിരീകരിക്കപ്പെടുകയാണ്. അതിൽ മറ്റൊരു സാധൂകരിക്കാൻ പറ്റാത്ത തരത്തിലേക്കൊക്കെ റിപ്പോർട്ട് പുറത്തു വരികയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്? അക്ഷയ്, ഗുഡ് മോർണിംഗ്. അതായത് ഇടത് കൈവിരലിന് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയാണ് കുട്ടി ആശുപത്രിയിൽ എത്തിയത്. പക്ഷേ കുട്ടിയുടെ നാവിലാണ് ഡോക്ടർ ആദ്യം ശസ്ത്രക്രിയ നടത്തിയത്. ഇത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം കുട്ടിയെ വാർഡിലേക്ക് മാറ്റി രക്ഷിതാക്കൾ ചൂണ്ടിക്കാണിച്ച സമയത്താണ് ഇങ്ങനെ തെറ്റ് സംഭവിച്ചു എന്ന് ഡോക്ടർക്ക് ബോധ്യപ്പെടുന്നതും പിന്നീട് കുട്ടിയുടെ കൈവിരലിന് ശസ്ത്രക്രിയ നടത്തുകയുമായിരുന്നു. രക്ഷിതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചികിത്സാ പിഴവിന് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ചികിത്സാ പിഴവ് നടന്നു എന്ന്, ശസ്ത്രക്രിയ പിഴവ് നടന്നു എന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയതുമാണ്. പോലീസിൻ്റെ അന്വേഷണത്തിലെ കണ്ടെത്തൽ ശരിവെക്കുകയാണ് മെഡിക്കൽ ബോർഡ്. അതായത് ഡോക്ടറുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു. കൈവിരലിന് ശസ്ത്രക്രിയ വേണ്ട കുട്ടിക്ക് ഡോക്ടറുടെ അശ്രദ്ധ കാരണം നാക്കിനാണ് ശസ്ത്രക്രിയ നടത്തിയതെന്ന് മെഡിക്കൽ ബോർഡ് സമ്മതിക്കുകയാണ്. ഈ ശസ്ത്രക്രിയ നടത്തിയ അസോസിയേറ്റ് പ്രൊഫസർ ബിജോൺ ജോൺസൺ ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ സസ്പെൻഷനിലാണ്. ആരോഗ്യമന്ത്രിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറക്കിയത്. അപ്പോൾ ഈ ഡോക്ടർക്കെതിരെ തുടർ നടപടികളുമായി പോലീസിന് മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് മെഡിക്കൽ ബോർഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. പോലീസിനെ സംബന്ധിച്ച് ഇതിനകം തന്നെ ചികിത്സാ രേഖകളെല്ലാം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. കുട്ടിയുടെ രക്ഷിതാക്കളിൽ നിന്നും പോലീസ് അന്ന് പറഞ്ഞത് മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം ആയിരിക്കും എന്ത് കേസിനുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നടപടി എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇനി റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. പോലീസിന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ? എപ്പോഴായിരിക്കും പോലീസ് നടപടിക്രമങ്ങൾ തുടരുക? അക്ഷയ, അതായത് മുൻപ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ചില മെഡിക്കൽ നെഗ്ലിജൻസ് കേസുകളിൽ പോലീസിന്റെ കണ്ടെത്തലുകൾ ശരിയല്ല തള്ളിക്കൊണ്ടുള്ള മെഡിക്കൽ ബോർഡിൻ്റെ റിപ്പോർട്ടുകളാണ് പല കേസസുകളിലും പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൽ കൃത്യമായി ഡോക്ടറുടെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്ന് മെഡിക്കൽ ബോർഡ് തന്നെ സമ്മതിക്കുകയാണ്. DMO ചെയർമാനായ വിദഗ്ധ ഡോക്ടർമാരും അതുപോലെ ഗവൺമെൻറ് പ്ലീഡറും അടങ്ങിയ മെഡിക്കൽ ബോർഡ് ഇത് സമ്മതിക്കുകയാണ്. അപ്പോൾ പോലീസിനെ സംബന്ധിച്ച് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് കേസിൽ ഓൾറെഡി അന്വേഷണം പൂർത്തിയായ സ്ഥിതിക്ക് കുറ്റപത്രം സമർപ്പിക്കുക എന്നതാണ്. കുറ്റപത്രം സമർപ്പിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിൽ തന്നെ ഉണ്ടാകുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ പറയുന്നതും. അപ്പോൾ മെഡിക്കൽ നെഗ്ലിജൻസ് കേസുകളിൽ 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കും എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ച് ഡോക്ടറുടെ വിശദീകരണം നേരത്തെ വന്നിരുന്നത് കുട്ടിയുടെ നാവിനടിയിൽ ടങ് ടൈ, അതായത് നാവിനടിയിൽ കെട്ടുണ്ടായിരുന്നു. ഇത് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് നാവിന് ശസ്ത്രക്രിയ നടത്തിയത് എന്നായിരുന്നു. പക്ഷേ കുട്ടിയുടെ രക്ഷിതാക്കൾ ഇത് പൂർണ്ണമായി തള്ളുകയും ചെയ്തിരുന്നു. അതായത് കുട്ടിയുടെ നാവിന് ഈ വിധത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 4 വയസ്സുകാരിയുടെ കൈക്ക് ശസ്ത്രക്രിയ ചെയ്യുന്നതിന് പകരം നാവിന് ശസ്ത്രക്രിയ ചെയ്തു. അത് പിന്നീട് അതിനെ ന്യായീകരിച്ച് പറഞ്ഞത് കുട്ടിയുടെ നാവിന് പ്രശ്നമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് സംസാരത്തിന് പ്രശ്നമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ശസ്ത്രക്രിയ നടത്തിയതെന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനെ രക്ഷിതാക്കൾ തള്ളിയിരുന്നു. എന്തായാലും ഇപ്പോൾ അതിൽ പൂർണ്ണമായിട്ടും തെറ്റുപറ്റിയതാണ് ഈ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുള്ള മെഡിക്കൽ റിപ്പോർട്ട് വരികയാണ്. എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്.